ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഓപ്പൺ നോമിനേഷനാണ് നടന്നിട്ടുള്ളത്. നല്ല കിട്ടിലൻ ഒരു നോമിനേഷൻ ആയിരുന്നു. അതിൻ്റെ പ്രൊമോയാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് വന്നിട്ട് ഞാൻ ഇതുവരെയും ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് നെവിനെയാണ് നോമിനേറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നെവിനെ നോമിനേറ്റ് ചെയ്തത് ഇഷ്ടപ്പെടാതെ നമ്മുടെ അഭിലാഷ് വന്നിട്ട് ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ കൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ജിസേൽ വരികയാണ്. ജിസേൽ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിന്നിയെയാണ്. എനിക്ക് തോന്നുന്നു ബിന്നിയെ നോമിനേറ്റ് ചെയ്തത് തലേ ദിവസം രാത്രിയിൽ നടന്ന പ്രശ്നം ഉണ്ടല്ലോ, നമ്മുടെ റണ ഫാത്തിമയുടെ ബെഡിൽ കിടന്നപ്പോഴത്തേക്ക് ആര്യൻ കയറി മണ്ടയിൽ കിടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ കുറച്ച് ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുത്തത് ബിന്നിയാണ്. പിന്നീട് അതിനെക്കുറിച്ചിട്ട് അവിടെ ചോദ്യങ്ങളും പറച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജിസേൽ ബിന്നിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം അതാണെന്ന് എൻ്റെ തോന്നലാണ്. പിന്നീട് നമ്മുടെ അക്ബർ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒനീലിനെതിരെ നടത്തിയ ആ ആരോപണങ്ങൾ കൊണ്ടാവണം. അങ്ങനെ ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചത്. ഇതൊരു പ്രൊമോ മാത്രമാണ്, ഇത് ലൈവില് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം ലൈവായിട്ട് എടുത്ത് കാണിച്ചതല്ല, പ്രൊമോ മാത്രമാണ്. ഇനി അതിൻ്റെ ഫുൾ പകർപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇന്ന് നടന്ന പ്രശ്നത്തിൽ, അതായത് ഷാനവാസും നെവിനും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നത്തിൽ മല്ലിയില അടിച്ചു മാറ്റി തിന്നതിനെ ചൊല്ലി ചോദ്യം ചെയ്തു, അവിടെ വഴക്കായി, ആകെ പാത്രങ്ങൾ പൊട്ടിച്ചു, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ ആ ഒരു വഴക്കിൽ ഷാനവാസ് കുറച്ചധികം ദേഷ്യപ്പെട്ടു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ അതിന് പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നെവിൻ ഈ ഒരു പരിപാടി തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, പുള്ളിക്കാരൻ വന്ന സമയം തൊട്ടേ ഓരോന്ന് കട്ടൊക്കെ എടുക്കുകയാണ്, കഴിക്കുകയാണ്. അപ്പോഴൊക്കെ ആ ഒരു സമയത്ത് എല്ലാവരും ഫണ്ണായിട്ടാണ് അത് കണ്ടത്. പക്ഷേ പോകെ പോകെ പുള്ളിക്കാരൻ്റെ ശരീരവും ആരോഗ്യവും ഒക്കെ പുള്ളിക്കാരന് നോക്കിയേ പറ്റൂ. മറ്റുള്ളവർക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല, ചുമ്മാ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വെച്ച് തിന്നുക. അപ്പോൾ അതിനെ ദേഷ്യം വന്നിട്ടാണ് പുള്ളിക്കാരൻ ചോദ്യം ചെയ്തത്. കാരണം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അടിച്ചു മാറ്റിയൊക്കെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഒന്നും കിട്ടില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആവും അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാവണം അതിൻ്റെ പേരിൽ വലിയൊരു അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഇന്നലെ ആര്യൻ റണ ഫാത്തിമയോട് കാണിച്ച കാര്യത്തിന് നിങ്ങൾ ആര്യനെ അനുകൂലിക്കുന്നുണ്ടോ? രണ ഫാത്തിമ ആര്യൻ്റെ ബെഡിൽ കിടന്നത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, അതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ലൈവ് വിശേഷങ്ങളുമായിട്ട് അതുപോലെ തന്നെ മറ്റു പല ടോപ്പിക്കുകളായിട്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.